അമേരിക്കയും ഇസ്രയേലും ഇറാനിലൊരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന അഭ്യൂഹം നിലനിൽക്കെ വിദേശകാര്യ വിദഗ്ധനും ദ ഹിന്ദുവിന്റെ വിദേശകാര്യ പത്രാധിപരുമായ സ്റ്റാൻലി ജോണിയുടെ കുറിപ്പ് വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. അത് ഇങ്ങനെയാണ്: ട്രംപ് യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇറാനിലേക്ക് കരസേനയെ അയക്കില്ല. എന്നാൽ അദ്ദേഹം യുക്തിപരമായ തീരുമാനങ്ങളാണ് എടുത്തിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധം തന്നെ ഉണ്ടാകില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് പല സാധ്യതകൾ പരിശോധിക്കാം. ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കൂ. വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് പിന്മാറാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അത് പരാജയമായി വിലയിരുത്തപ്പെടുമെന്ന് ട്രംപിന് തന്നെ അറിയാം. ഇറാന് അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നുമില്ല. നേരെ മറിച്ച് അവർ തങ്ങളുടെ നിലപാടുകൾ കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. 15 പോയിന്റുകളുള്ള വെടിനിർത്തൽ പ്ലാൻ പാകിസ്ഥാൻ വഴി ഇറാന് കൈമാറിയിട്ടുണ്ട്. ഇറാൻ തള്ളിക്കളഞ്ഞാൽ എന്താണ് ട്രംപിന്റെ മുമ്പിലുള്ള പോംവഴി? എസ്കലേഷൻ ആകാം, കരയുദ്ധം ആകാം. അമേരിക്ക ഒരു കരയുദ്ധത്തിന് തുടക്കമിടുകയാണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും തുടങ്ങുക? അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളിലെ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ അത്തരമൊരു നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നതാണെന്ന് കാണാം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അത് തുറന്നു തന്നെയായിരുന്നു. പക്ഷേ അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മറുവശത്ത് ഇറാൻ ഈ കടലിടുക്കിനെ ഭാഗികമായി ദേശീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. പേർഷ്യൻ ഗൾഫിന്റെ വടക്ക് ഭാഗത്ത് ഇറാനിയൻ തീരത്ത് നിന്ന് ഏകദേശം 20-25 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഖാർഗ് ദ്വീപ് അമേരിക്ക പിടിച്ചെടുത്തേക്കാം എന്ന് പലരും കരുതുന്നു. ഖാർഗ് ആണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി ടെർമിനൽ. ഖാർഗ് ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കുവൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നോ കടൽ കടന്ന് വരേണ്ടി വരും. ഏകദേശം 250-300 കിലോമീറ്റർ ദൂരമുണ്ടാകും ഇതും. ശ്രദ്ധിക്കുക, വിജയകരമായി ഖാർഗിൽ ഇറങ്ങിയാൽ പോലും അവർ ഇറാന്റെ ആക്രമണ പരിധിയിൽ തന്നെയായിരിക്കും. ഓൺ ആൻ ഐലൻഡ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ തീരം ആക്രമിക്കാനോ ആ പ്രദേശത്തെ ദ്വീപുകൾ പിടിച്ചെടുക്കാനോ ആണ് പദ്ധതിയെങ്കിൽ UAE-യിൽ നിന്ന് സൈന്യത്തിന് നീങ്ങേണ്ടി വരും. ഒമാൻ തങ്ങളുടെ ഭൂപ്രദേശം വിട്ടു നൽകാനിടയില്ല. അല്ലെങ്കിൽ ഒരേ സമയത്തുള്ള 2 ഓപ്പറേഷൻസ് ആയിരിക്കാം. വടക്ക് സൗദിയിൽ നിന്ന് ഖാർഗിലേക്കും തെക്ക് UAE-യിൽ നിന്ന് ഹോർമുസിലേക്കും. പേർഷ്യൻ ഗൾഫിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നത് അപ്പോഴും പ്രയാസകരമായിരിക്കും. കാരണം ഗൾഫിലുടനീളം ഇറാൻ തിരിച്ചടിക്കും. പ്രത്യേകിച്ച് സൗദിയും UAE-യും ആക്രമണത്തിന് താവളങ്ങളായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ. അൻസാറുള്ള അഥവാ ഹുത്തികൾ ബാബൽ മന്ദം അടയ്ക്കുകയും അതിർത്തി കടന്ന് സൗദി കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. 2019 തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ അവർ സൗദിയുടെ എണ്ണ ഉൽപാദനത്തിന്റെ പകുതിയും ഒരാഴ്ചത്തേക്ക് തടസ്സപ്പെടുത്തിയിരുന്നു എന്നോർക്കുക. ഹഷദൽ ഷാബി പ്രധാനമായും ബദർ ഓർഗനൈസേഷനും കതൈബ് ഹിസ്ബുള്ളയും വടക്കൻ ഇറാഖിലേക്ക് അഥവാ കുർദിസ്ഥാനിലേക്ക് നീങ്ങിയേക്കാം. ഇറാനിയൻ സൈന്യം നേരിട്ട് ഷത്തൽ അറബും ഖോർ ബൂബിയനും കടന്ന് കുവൈറ്റിലേക്ക് നീങ്ങാൻ ശ്രമിച്ചേക്കാം. ഈ സംഘർഷം ഒമാൻ ഉൾക്കടലിലേക്കും വ്യാപിക്കാം. ഒമാൻ ഉൾക്കടലിലും അറേബ്യൻ കടലിലും സ്വാധീനം ശക്തിപ്പെടുത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ സഹായം ആവശ്യമായി വരും. ഇന്ത്യ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവരെ വകവരുത്തി ഭരണം അട്ടിമറിക്കുക എന്നതായിരുന്നു ഒറിജിനൽ പദ്ധതി. അത് പരാജയപ്പെട്ടത് കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ പദ്ധതിയും പാളുകയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? പിന്മടക്കം അല്ലെങ്കിൽ ഭരണമാറ്റത്തിനായി ഒരു പൂർണ്ണമായ അധിനിവേശം.